Ready, 1, 2, 3. നിന്റെ തല പ്ലസ് പ്രൊട്ടക്ഷനില്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നൈക്ക ഹോളാണ്. നൈക്കന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് കാണുന്നതിന് മുമ്പേ നമുക്ക് ഇവളെ പരിചയപ്പെടാം. ഇതാണ് എന്റെ ഫ്രണ്ട് മായ. ഇവളെ കാണുമ്പോ ആരെങ്കിലും പോലെ തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നൈക്കയിൽ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനിടെ നൈക്കയിൽ ഒരു പിങ്ക് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇത്രയധികം പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് കാണാം. ഡോട്ടാങ്കിന്റെ സീക്ക നിയാസിനമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ സെറമൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങളൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക്, ഞാനും ഇവളും ആ കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്ക് രണ്ടാൾക്ക് ഇത് നല്ല ഒട്ടും ഓയിലി ആക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഇട്ടുടനെ തന്നെ ഇത് അബ്സോർബ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. പ്രൊഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് വിഷ് കെയറിന്റെ ലിപ് ബാം ആണ്. ഇത് ഈ ഇടയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആയിരുന്നു. കുറെ അധികം റിവ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ സെറമൈഡ്, കോജിക് ആസിഡ്, നയാസിനമൈഡ് അങ്ങനത്തെ നമ്മളെ ലിപ്പിനെ നറീഷ് ആൻഡ് പിഗ്മെന്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇതിന്റെ ടിൻറ്റഡ് വേർഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം നമ്മുടെ ലിപ്പ് പിഗ്മെന്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ട്രൈ ചെയ്യുന്നുണ്ടോ? ഇത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ടിൻറ്റഡ് അത്ര കണ്ടങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടിൻറ്റഡ് അല്ലാത്തൊരു വേർഷൻ ഉപയോഗിച്ചത്. ഇവള് ഉപയോഗിച്ച് നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ടിൻറ്റഡ് അല്ലാത്തത് വാങ്ങിച്ചത്. ഇതിന് ശരിക്കും 299 ആണ് വരുന്നത്. എനിക്ക് ഓഫറിൽ ഇത് 241 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ലിപ് ബാമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് സൺ പ്രൊട്ടക്റ്റീവ് ലിപ് ബാം ആണ്. ഇതില് SPF++ റേറ്റിംഗ് കൂടി ഉണ്ട്. സോ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ സിറാണ്. ഇത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടല്ല, അമ്മക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഈ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റി ഏജിന്. ഈ റെറ്റിനോൾ പറയുമ്പോൾ തന്നെ നമ്മള് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ആന്റി ഏജിങ്, അതുപോലെ തന്നെ നമ്മളെ ഫേസ് ലൈൻസ്, റിങ്കിൾസ് അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് റെറ്റിനോൾ ഉപയോഗിക്കുന്നത്. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു 30 എബോ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിന് താഴെ, അതായത് ഒരു 20, ഒരു ടീനേജിന് സിറോ ആവശ്യമില്ല അല്ലെ. സിറോ ഒക്കെ നമ്മളൊരു 20 എബോ ആയിട്ടാകുമ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. ടീനേജ് പ്രായത്തിലൊന്നും സിറം ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല അല്ലെ. അവരെ സ്കിൻ റെറ്റിനോൾ സിറം ഉപയോഗിക്കണം എന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അപ്പം ഈ റെറ്റിനോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 30 എബോ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഏജിങ്ങിന്റെ മാർക്സ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ റെറ്റിനോൾ സിറം ഉപയോഗിക്കുന്നത്. പിന്നെ 249 ആണ് റേറ്റ് വരുന്നത്. ഇത് 10 ml പാക്ക് ആയിരുന്നു. അപ്പൊ എല്ലാരും റിങ്കിൾസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീന്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് സീക്ക കാമിംഗ് ബ്ലെമിഷ് ക്ലിയറിംഗ് ജെൽ ഫേസ് വാഷ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ല സ്യൂട്ട് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ബ്ലെമിഷസ് ഉണ്ടല്ലോ, കുറച്ച് കലകള്, സ്കാർസ് പോലുള്ള കാര്യങ്ങള്, അതായത് പിമ്പിളിന്റെ സ്കാർസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഓയിലി സ്കിൻസിന് നന്നായിട്ട് ചേരും. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് നല്ലതാണ്. ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഇല്ലാതെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻ ആക്കാനും പിന്നെ ആ ഒരു എന്താ പറയാ കുറച്ച് സ്മൂത്ത് ആക്കിയിട്ട് വെക്കാനും സഹായിക്കും. ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ മോയ്സ്ചറൈസറിന്റെ അതേ ഒരു വേരിയന്റിൽ വരുന്നതാണ്. അപ്പൊ ഒരു സ്കിൻ കെയർ പാക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫേസ് വാഷ്, പിന്നെ ഈ മോയ്സ്ചറൈസർ, പിന്നെ ഇവര് തന്നെ ഡോട്ട് ആൻഡ് കീന്റെ തന്നെ ഈ ഒരു വേർഷനിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു സിറം കൂടി ഉണ്ട്. അപ്പൊ ഇത് 4 സെയിം ബ്രാൻഡിന്റെ തന്നെ ഒരു റുട്ടീൻ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ലതാണ് സ്കിൻ കെയർ. ഈ ഫേസ് വാഷിന് 249 ആണ് വരുന്നത്. പക്ഷെ ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് 186 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് പ്ലമ്മിന്റെ നയാസിനമൈഡ് ഫേസർ ആണ്. ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു കാലത്ത് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. കുറെ നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ സിറാണ്. ഇതും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലെമിഷസ് ഒക്കെ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് ഒരു ടൈമിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു.
ഇപ്പോഴും പിമ്പിൾസിന് കുറവൊന്നുമില്ല, പക്ഷെ ഒരു ടൈമിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതിന്റെ മാർക്സ് ഒക്കെ ഫേസിലുണ്ട്. അതൊന്ന് ഫെയ്ഡ് ആവോന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ റൈസ് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിറം എന്തായാലും സഹായിക്കും. ഇതും ഇതിന് വരുന്നത് 649 ആണ്. അപ്പൊ കുറച്ചൊരു കോസ്റ്റ്ലി ആണിത്. പക്ഷെ ഇത് 30 ml ആയതുകൊണ്ടാണ് ഇനി ഇത്ര റേറ്റ്. ഇതിന്റെ 10 ml പാക്കിന് ഇത്ര പ്രൈസ് ഇല്ല. ഇതെനിക്ക് ഓഫർ പ്രൈസിൽ 516 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അടുത്തായിട്ട് നമ്മളെ കയ്യിലുള്ളത് ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ. ഇതൊരു ഹെയർ സിറാണ്. ഇത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വളരെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പൊ ഇത് എല്ലാരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ഹെയർ നല്ല സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിറാണ്. സോ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. ഇത് SPF 55+ PA+++ പ്രൊട്ടക്ഷൻ തരുന്നതാണ്. നമ്മളെ സ്കിൻ ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലോണം ഇത് സ്യൂട്ട് ആവും. കാരണം ഒട്ടും ഓയിലി ആക്കുന്നില്ല, ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല. ഞാൻ ഇതെന്റെ ഒരു ഫോർത്ത് ട്യൂബ് അങ്ങനെയും ആണ്. ഞാൻ കുറെ ഉപയോഗിക്കുന്നു. നല്ല സൺസ്ക്രീൻ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് ചോദിച്ചാൽ വലിയ കോസ്റ്റ്ലി ഒന്നല്ല, എന്നാലും കുറച്ച് കോസ്റ്റ്ലി സൈഡ് ആണ്. പക്ഷെ നമുക്ക് നല്ല പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ പൊട്ടിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ നല്ലതാണ്. ഡെർമാക്കോന്റെ ഒരു ജെൽ സൺസ്ക്രീൻ ഉണ്ട്, അതും നല്ലതാണ്. പിന്നെ ഡോക്ടർ ഷീത്തിന്റെ ഒരു സൺസ്ക്രീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ട്രൈ ആക്കിയിട്ടില്ല. ട്രൈ ആക്കിയാൽ റിവ്യൂ പറയാം. അടുത്തതായിട്ട് ഗേൾസ് എല്ലാം കാത്തിരിക്കുന്ന അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ലിപ്സ്റ്റിക്. നമ്മൾ 2 ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് മാസിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡില്ല ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരിടക്ക് ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാവരും ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഡസ്കി സ്കിൻ ടോണുള്ളവർക്ക് നല്ല മാച്ച് ആയി പോകുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഏതായാലും ഇതിന്റെ രണ്ടിന്റെയും റിവ്യൂ ഞങ്ങൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ 2 ലിപ്സ്റ്റിക്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.